ഹലോ 2025 CUT UG എക്സാമിനേഷൻ അടിമുടി മാറാൻ വേണ്ടി പോവാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലാണ് UGC ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള സമയമായിട്ട് UGC സമയം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. 2024 ഡിസംബർ 11 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഫീഡ്ബാക്ക് ഓൺ പ്രപ്പോസ്ഡ് റിവൈസ്ഡ് മെത്തഡോളജി ഫോർ CUT UG ആൻഡ് PG 2025. അതായത് മെത്തഡോളജിയിലാണ് മാറ്റങ്ങൾ വരുന്നത്. കുറച്ച് പ്രപ്പോസൽസ് CUT UG നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, അതിന്റെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട്, അതിന്റെ പാറ്റേണുമായി ബന്ധപ്പെട്ട്, സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട്, ഡൊമൈൻ സ്പെസിഫിക് ഏരിയകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നിങ്ങൾക്ക് സ്റ്റുഡൻസിന്, ഫാക്കൽറ്റീസിന്, പാരൻസിന്, മറ്റ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള സന്ദർഭമാണ് ഇപ്പോൾ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ സ്റ്റെപ്പ് towards standardizing the admission process for undergraduate and postgraduate PG programs across universities. Based on feedback from past years, it is also essential to continuously improve the examination process to provide a better, more efficient and conducive environment for students taking CUT. CUT examination നമുക്കറിയാം, നേരത്തെ ഓരോരോ യൂണിവേഴ്സിറ്റികൾക്കും പ്രത്യേകം എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി അവരുടേതായ രീതിയിൽ അഡ്മിഷൻ പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. JNU, ജാമിയ മില്ലിയ, അലിഗഡ്, ബനാറസ്, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഓരോരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സുകളും എൻട്രൻസ് എക്സാമിനേഷൻ വഴിയൊക്കെയുള്ള നേരത്തെയുള്ള CET എക്സാമിനേഷൻ മാത്രമായിരുന്നു ഒരു കോമൺ എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നിന്നും മാറിയിട്ട് ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന CUET എക്സാമിനേഷനിലേക്ക് എത്തുന്നത് 2022 അങ്ങനെ 2022 നിന്നും ഈ ഒരു ഇത്രയും 2024 വരെ നടത്തിയിട്ടുള്ള എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് കുറച്ചുകൂടിയും കൺഡ്യൂസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടിയും ഒരു ബെറ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ എക്സാമിനേഷൻ എഴുതാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത്. എക്സ്പേർട്ട് കമ്മിറ്റിയെ വെക്കുകയും അവർ റിവ്യൂ ചെയ്യുകയും UG PG എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ, നമ്പർ ഓഫ് പേപ്പേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് പേപ്പേഴ്സ്, സിലബസ് അലൈൻമെന്റ് ആൻഡ് ഓപ്പറേഷണൽ ലോജിസ്റ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് അഭിപ്രായം പങ്കുവെക്കാനുള്ള സമയം എന്ന് പറയുന്നത് 26/12/2024 വരെയാണ്. അതായത് ക്രിസ്മസിന് തൊട്ട് ദിവസം വരെ 26-ാം തീയതി വരെ നിങ്ങൾക്ക് 15 ദിവസം സമയം എന്തുണ്ട്, ഇതിൽ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സമയമുണ്ട്. ഈ ഗൂഗിൾ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UGCയുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അങ്ങനെ എന്താണ് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, ഏത് മേഖലയാണെന്നൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് വെച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ ഡ്രാഫ്റ്റ് ആയിട്ട് UGC പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഡ്രാഫ്റ്റ് ആയിട്ട് CUT UGയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടും വന്നിട്ടുള്ള സംഗതികൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലം തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ UGC പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CUT UG PGയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ വെച്ചുകൊണ്ട് 13 നവംബറിലാണ് ഈ റെക്കമെൻഡേഷൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ CUT UG എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടും വരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്, എക്സാമിനേഷൻ ടു ബി കണ്ടക്റ്റഡ് വൺസ് എ ഇയർ. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പല ആളുകൾക്കും ഇത് 2 കൊല്ലം ആക്കുമോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. CBT എക്സാമിനേഷൻ മോഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇതിൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേപ്പർ വരെ അപ്പിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേപ്പർ വരെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. 5 പേപ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് 5 പേപ്പറുകൾ വരെ അപ്പിയർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏതൊക്കെ പേപ്പറുകൾ എഴുതാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം +2 പഠിച്ച വിഷയം തന്നെ എഴുതണം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്ട്സ് ഓപ്റ്റഡ് ഇൻ ക്ലാസ് 12 വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് 5 സബ്ജക്ട്, 5 വിഷയങ്ങളാണ് എഴുതാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾക്ക് +2 പഠിച്ചതും പഠിക്കാത്തതുമായിട്ട വിഷയങ്ങളൊക്കെ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും എന്നതാണ്. അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 1 hour per subject per paper എന്നുള്ള സ്വഭാവത്തിലാണ് ഉണ്ടാവുക. 1 hour ഡ്യൂറേഷൻ, 60 മിനിറ്റ് 60 മിനിറ്റ് ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓൾ പേപ്പേഴ്സ്
ആൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി കമ്പൽസറി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആവുന്നു എന്നുള്ളതാണ്. അത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. പക്ഷേ എല്ലാ ചോദ്യങ്ങളും എഴുതുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. നേരത്തെയുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 50 ചോദ്യത്തിൽ നിന്നും 40 ചോദ്യം എഴുതാം, 40 എഴുതിയാൽ മതി. 60 ചോദ്യത്തിൽ നിന്നും ജനറൽ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ 60 ചോദ്യത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 50 ചോദ്യങ്ങൾ എഴുതിയാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതിനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബേസ്ഡ് ഓൺ NCERT സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. എക്സാമിനേഷൻ മീഡിയം 13 ഭാഷകളിൽ എക്സാമിനേഷൻ എഴുതാം. ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു, ഉറുദു തുടങ്ങിയിട്ടുള്ള 13 ഭാഷകൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം. ആ ഭാഷകളിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. മലയാളത്തിലും നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് 13 ഭാഷകളിലേക്ക്, ഇപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, അസമീസ്, ബംഗാളി, ഗുജറാത്തി, ഈ പറയുന്ന 13 ഭാഷകളിൽ ലാംഗ്വേജ് സ്പെസിഫിക് പേപ്പേഴ്സ് ആയിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷൻസീസ് ഇതായിട്ടുണ്ടാവുക. പിന്നെ ഫോർ ഓൾ ദ റിമൈനിങ് ലാംഗ്വേജസ്, ഈ പറയുന്ന മറ്റ് റിമൈനിങ് ലാംഗ്വേജസ് ഉണ്ട്, 20 റിമൈനിങ് ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. അത് UGC സ്ക്വാഷ് ചെയ്തു, അത് കട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ആ ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ ഉണ്ടാക്കി അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പേരിലായിരിക്കും ഇനി ജനറൽ ടെസ്റ്റ് അറിയപ്പെടുക. ജനറൽ ടെസ്റ്റ് വിൽ ബി റീഡിസൈൻഡ് ആസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഈ മിക്കവാറും ഈ ഒഴിവാക്കിയ സബ്ജക്റ്റുകളിലോ ഫോറിൻ ലാംഗ്വേജ് വിഷയങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറായി മാറാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ്. ചില പേപ്പറുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺടർപ്രണർഷിപ്പ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫാഷൻ സ്റ്റഡീസ്, ടൂറിസം, ലീഗൽ സ്റ്റഡീസ്, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് തുടങ്ങിയിട്ടൊക്കെയുള്ള പേപ്പറുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത പേപ്പറുകളായിരുന്നു ടൂറിസവും അതുപോലെ തന്നെ ഫാഷൻ സ്റ്റഡീസ് ഒക്കെ. അതൊക്കെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ്, ലോജിസ്റ്റിക്സ് ഒക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഒഴിവാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പേപ്പറുകൾക്കൊക്കെ നിങ്ങൾക്ക് ടൂറിസോ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പെർഫോമൻസ് ആണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഈ പറയുന്ന 23 സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരിക്കും, ഈ 23 സബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അക്കൗണ്ടൻസി ഉണ്ട്, ബുക്ക് കീപ്പിംഗ്, ബിസിനസ് സ്റ്റഡീസ്, അഗ്രികൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സ്, ഡാൻസ്, ഡ്രാമ, മ്യൂസിക്, ഫൈൻ ആർട്സ്, ഇങ്ങനെയുള്ള 23 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 13 ഈ പറയുന്ന ഭാഷകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 23ഉം 37 പേപ്പറുകളാണ് നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടാവുക എന്നതാണ്. അതിൽ നിന്നാണ് സെലക്ഷൻ നടത്തേണ്ടത്. CUT PGയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. CUT UG സ്കോറിനെ വെച്ചുകൊണ്ടായിരിക്കും കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് CUT UGയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ ചേഞ്ചസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട്, നിങ്ങളൊരു എക്സാം അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കാം, ആരായിരുന്നാലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പറയാനും സമർപ്പിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. ഡിസംബർ 26 വരെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലും കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത് നമുക്ക് നിർദ്ദേശങ്ങളാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ, ഇന്ന പേപ്പറുകളൊക്കെ ഈ സ്വഭാവത്തിലേക്ക് ആയാൽ നന്നായിരുന്നു ഒക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സമയമാണ്. ഈ സമർപ്പണം കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും UGC പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം UGCയുടെ ഈ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വർഷം പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ എത്തണമെന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് CUT UG എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ, അതുകൊണ്ട് നിങ്ങളുടെ കരിയർ സെറ്റാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും ഉണ്ടാവും. അപ്പോൾ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.